കേട്ടോ, ഇങ്ങേരും എന്റെ സീനിയർ ആയിരുന്നടി. സബാഷ്, നിന്റെ എല്ലാ സീനിയേഴ്സിനും ഈ ചെന്നൈ ടൗൺ മാത്രമേ കിട്ടിയുള്ളൂ. ആ, അത് ഞാനും ആലോചിക്കുന്ന. പക്ഷെ ഇങ്ങേര് എനിക്കൊരു സീനിയർ മാത്രമല്ല. എന്നാലും ഇവരൊക്കെ എങ്ങനെ ഒരുമിച്ച് ചെന്നൈ എക്സ്പ്രസ് കയറി? ഒരുമിച്ചായിരിക്കില്ല, സെപ്പറേറ്റ് ആയിട്ട് കയറി വന്നതാവും. ഓ, കോമഡിയാ. അടുത്ത വർഷം ചിരിച്ചാട്ടോ. ഇപ്പൊ എനിക്ക് ഒരു മൂഡില്ല. ഓ, ആയിക്കോട്ടെ മാഡം. ഹലോ. ഹലോ സ്നേഹ, കം ടു മൈ ക്യാബിൻ. ആ, ഓക്കെ ബസ്സേ. ഞാനിപ്പോ വരവേ. മേലധികാരി വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. ശരി ശരി, ചെല്ല്. അല്ല, താനാ പുതിയ ട്രാൻസ്ഫർ അല്ലേ? ആ, അതെ സാർ. ആ, താനൊന്ന് എന്റെ കൂടെ വാ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ സാർ. ഓ, പുതിയ ട്രാൻസ്ഫർ ആയിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു അവള് കൊണ്ടുവന്ന വേറെ ഏതെങ്കിലും പുതിയ ഐറ്റം ആണെന്ന്. എന്താ മാഡം, ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയല്ലേ? നോൺസെൻസ്. ആരാ ചമ്മിയെ? ഞാനൊന്നും ചമ്മിട്ടില്ല. നിനക്ക് തന്ന വർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അവളുടെ ഡയലോഗ് അടിക്കാൻ നിൽക്കുവോ? കണ്ടാലും പറയും ഒട്ടും ചമ്മിട്ടില്ല അല്ലേ ഒടി? നീ എപ്പോഴാ മാഡത്തിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയേ? ആരാടി ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? കാലത്തിനനുസരിച്ച് മനുഷ്യന്റെ കോലം മാറണല്ലോ. ഓ, സ്നേഹയുടെ കൂടെ കൂടിയിട്ട് ഇപ്പൊ എനിക്ക് നല്ല മാറ്റമുണ്ട്. അധികം താണു കൊടുത്താലേ ശരിയാകത്തില്ല. പെണ്ണുമ്പിളുടെ മുമ്പിലൊക്കെ കുറച്ച് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിക്ക് മനസ്സിലായല്ലോ അല്ലേ? അല്ല, ഇങ്ങേരെന്താ എന്നോടൊന്നും ചോദിക്കാത്തെ? ഇങ്ങേർക്കെന്താ ഇനി എന്നെ ഓർമ്മയില്ലേ? എന്തൊറ്റടോ, താൻ എന്താ ആലോചിക്കുന്ന? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ താൻ? ആ, കേൾക്കുന്നുണ്ട് സാർ, എനിക്ക് മനസ്സിലായി. പിന്നെ താൻ സ്നേഹയുടെ ഫ്രണ്ട് ആണല്ലേ? ആ, അതെ സാറേ. എങ്ങനെ മനസ്സിലായി? അല്ല, നിങ്ങൾ നേരത്തെ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഓ, അങ്ങനെ. എന്നാ പിന്നെ താൻ പൊക്കോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓക്കെ സാർ, താങ്ക് യു. അല്ല, ഇങ്ങേർക്ക് ശരിക്കും എന്നെ ഓർമ്മയില്ലേ? ഇനിയിപ്പോ ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിക്കുവാണോ? എന്നതാടോ നോക്കിയൊക്കെ നടക്കണ്ടേ? ഡോറ് ക്ലോസ് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ താൻ? ഇല്ല സാർ, ഞാൻ കണ്ടില്ല. സോറി, താങ്ക് യു. പൊക്കോ. ആ, ഓക്കെ സാർ, താങ്ക് യു. കർത്താവേ, ഞാനെങ്കിൽ ഇല്ലാണ്ടായി പോയി. ആഹാ, വന്നോ? എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? കിസ്സടിക്കാനാ? ആ, പിന്നെ എനിക്ക് ഏത് നേരം നോക്കിയാലും അതല്ലേ പണി. ഇപ്പൊ ഒരു അടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഓ, അത് ശരി. എന്ത് പറഞ്ഞ അടി കഴിഞ്ഞേ? ബോസ് നിന്നെ ചോദ്യം ചെയ്തോ ആ കിസിന്റെ പേരില്? എന്റെ പൊന്നമ്മ, അതൊന്നും അല്ല. എനിക്ക് അങ്ങേരെ ഓവർലോഡ് വർക്ക് തന്നേക്കോ. എന്നാത്തിന്റെ ദേഷ്യാണോ എന്തോ എന്റെ മേലെ തീർക്കുന്ന. ആ, ബെസ്റ്റ്. അല്ലടി, അങ്ങേരെ പുറത്തൊന്നും ഇറങ്ങത്തില്ലേ? ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് എന്നാത്തിനാ? എന്നാത്തിന് എനിക്കൊന്ന് കാണാനായിരുന്നു. അല്ല വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് പോയി കണ്ടാലോ? അങ്ങോട്ട് പോയി കാണാനോ? എന്നതിന്? അങ്ങേര് നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നോളും, അല്ലാതെ അങ്ങോട്ട് പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്നാടി അങ്ങനെ ഒരു ടോക്ക്? നിന്റെ ബോസിനെ ഞാൻ അങ്ങോട്ട് പോയി കാണുന്നത് എനിക്ക് ഇഷ്ടല്ലേ? ആ, എന്റെ ബോസോ? പിന്നെ എന്റെ ബോസ്? എന്റെ ബോസ് എന്നല്ല, എല്ലാവരുടെയും ബോസ്. അതായത് എല്ലാവരുടെയും തലവനായ സ്ത്രീയോ, അങ്ങനെ പറ. ഓ, അങ്ങനെയാണ് അങ്ങനെ. എന്നാ പിന്നെ നമ്മുടെ ബോസ് ഇങ്ങോട്ട് തന്നെ വരട്ടെ. ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നും പോയി കാണാൻ പോകുന്നില്ല. പെൺപിള്ളേരായ ഇങ്ങനെ വേണം. ഗുഡ് ഗേൾ. ആ, മതിയുടെ മതി. നീ വർക്ക് ചെയ്യാൻ നോക്ക്. ആ, വരുന്നതാണോ ബോസ്? ആ, അതേടി. നീ എഴുന്നേറ്റ് നിന്നോ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. താൻ പുതിയ ട്രാൻസ്ഫർ അല്ലേ? ആ, അതെ സാറേ. അന്ന തെരേസ. ഓക്കെ, എന്നറിയില്ലേ? ഞാൻ ഇവിടുത്തെ സിഇഒ ഡാനിയൽ വർഗീസ്. ആ, അറിയ സാറേ. സ്റ്റീഫ സാറും പിന്നെ സ്നേഹൊക്കെ പറഞ്ഞായിരുന്നു. ഓ, ഇവിടെ ഇനി എന്നതാണോ എന്തോ എന്നെ പറ്റി പറഞ്ഞു കൊടുത്തോ? ബോസിന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്റെ പേര് പറഞ്ഞപ്പോ.
പിന്നെ ഇവിടെയുള്ള സ്റ്റാഫ്സുമായിട്ട് തനിക്ക് മിങ്കിളാൻ പറ്റുന്നുണ്ടോ? ആ സാറേ, ഞാൻ വേഗം തന്നെ എല്ലാവരും കമ്പനി ആയിക്കോളും. ഓ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? ഞാൻ വന്നപ്പോ ഇതൊന്നും അല്ലായിരുന്നല്ലോ. ഇവിടെ എന്നാത്തിനാണാവോ എന്നെ ഇങ്ങനെ നോക്കുന്നോ? കഴിഞ്ഞോ? കഴിഞ്ഞായിരുന്നേ നമുക്ക് അങ്ങോട്ടേക്ക് പോവായിരുന്നു. ആ ആ വാ പോവാം. അല്ല, നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചായിരുന്നോ? ആ, കഴിച്ചായിരുന്നു സാറേ. വേണേ സാറ് മേടിച്ചു തരുവാണെങ്കിൽ ഒരു തവണ കൂടി കഴിക്കാം. കുറച്ചുകൂടി സ്ഥലം ബാക്കിയുണ്ടേ. 2 പ്ലേറ്റ് ബിരിയാണി അല്ലേ നീ അകത്താക്കിയത്? മനുഷ്യനിവിടെ ഫുഡ് പോലും കിട്ടാതെ വിശന്നിരിക്കുമ്പോഴോ അങ്ങോട്ട് വരും. അയ്യോ സോറി ഇടുമുത്തേ, ഞാനത് ഓർത്തില്ല. സാറേ, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ, ഞങ്ങളെല്ലാരും കഴിച്ചതാ. ശരി, എന്നാ പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. സ്നേഹ, നിനക്ക് വിശക്കുന്നില്ലേടി? ഓ, നീയെങ്കിലും ചോദിച്ചല്ലോടി, സന്തോഷം. ഡേഡി, അതെന്നാ സംസാരം അത്? എന്നതാ നീ സാറ് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? എല്ലാരും ഫുഡ് കഴിച്ചോന്ന്. ഇവിടെ ഒരുത്തി പട്ടിണിയാണെന്നോ അല്ലെ ജസ്റ്റ് ഒന്ന് സ്നേഹ കഴിച്ചില്ല എന്തെങ്കിലും നിനക്ക് പറയായിരുന്നു? അല്ലേ, നമ്മള് ഫുഡ് കഴിക്കുമ്പോ നിന്നോട് എത്ര തവണ ചോദിച്ചടി വേണോന്ന്? നീ അല്ലേ വേണ്ടെന്ന് പറഞ്ഞ, പിന്നെ ഞാൻ എന്താ ചെയ്യാനാ? പിന്നെ ആ ടൈമില് ഫുഡ് ഇവിടെ കഴിച്ച ഈ പ്രൊജക്ട് ഇന്നൊന്നും കംപ്ലീറ്റ് ആവാൻ പോകുന്നില്ല. അല്ല, ഇപ്പൊ എന്താ എന്റെ കൊച്ചിന്റെ പ്രശ്നം? എനിക്ക് വിശക്കുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, ഞാൻ മനുഷ്യനൊന്നും അല്ലല്ലോ. എനിക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ലല്ലോ. എന്റെ കർത്താവേ, നീങ്ങ വന്നേ. വരാനോ? എങ്ങോട്ട് വരാൻ? എനിക്ക് ഒരുപാട് വർക്കുണ്ട്. വാടി കൊച്ചേ, നമുക്ക് ഒരു കോഫിക്ക് കുടിച്ചിട്ട് വരാനേ. അതാവുമ്പോ വലിയ സമയമൊന്നും വേണ്ടല്ലോ കുടിക്കാൻ. വേണ്ടെന്നേ. വേണോന്നേ, വാടി ഇങ്ങോട്ട്. ആടി പിടിച്ച് വലിക്കാതെ വരണ. ആഹാ, നിങ്ങൾ ഇവിടുന്ന് കോഫി കുടിച്ചിരിക്കുക. അല്ല, താഴല്ലേ പറഞ്ഞേ ഫുഡൊക്കെ കഴിച്ചോന്ന്? ആ സാറേ, ഞാൻ കഴിച്ചതാ. സ്നേഹിക്കുന്ന ഓവർലോഡ് വർക്കുണ്ട്, അതുകൊണ്ട് അവളൊന്നും കഴിച്ചിട്ടില്ല. അത് ശരി, എങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ തനിക്ക് കൂടെ വന്നൂടായിരുന്നോ? അല്ല, നേരത്തെ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചപ്പോ എല്ലാവരും കഴിച്ചു എന്നല്ലേ പറഞ്ഞേ? ആ സാറേ, ഇവറ്റിങ്ങൾക്കൊന്നും ഒരു സ്നേഹമില്ല. ഇവളൊക്കെ അവരവരുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ. നമ്മൾ ഫുഡ് കഴിച്ചാലെന്ത്, കഴിച്ചില്ലേലെന്ത്. അല്ല സാറേ, സാർ എന്നെ പറ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോ ഇവിടെ ഒരു 100 തവണയെങ്കിലും ചോദിച്ചു വേണം നിനക്ക് വേണോന്ന്. അപ്പോൾ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ ഇവക്ക് മേടിച്ച ബിരിയാണി ഞാൻ റിട്ടേൺ കൊടുത്തു. എന്നതാ റിട്ടേൺ കൊടുത്തോ? എവിടേക്കാ റിട്ടേൺ കൊടുത്തേ? അത് പിന്നെ എന്റെ വയറ്റിലേക്കാ റിട്ടേൺ കൊടുത്തേ. എന്തായാലും റിട്ടേൺ കൊടുത്തില്ലേ, അതുപോലെ. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. അയ്യോ സാറേ, സാറോട് അങ്ങനെ പറയല്ലേ. അല്ലേലേ ഇവളുടെ വയക്ക് മാറ്റാൻ ഞാൻ പെട്ട പാട്. ഓക്കെ. പിന്നെ താൻ കഴിക്കുന്നുണ്ടോ ഇപ്പോ? അയ്യോ സാറ് ചതിക്കല്ലേ, ഞാൻ കാല് പിടിക്കാം. അത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേ ഇവള്. കുരിപ്പേ, നീ എന്നെ നാണം കെടുത്തോ? മിണ്ടാതിരിക്കേ. അങ്ങനൊന്നുമില്ല സാറേ. കഴിക്കുന്നില്ലേ? എന്റെ കൂടെ വാ, ഞാനേ കുറച്ച് വർക്ക് തരാം. വേണ്ടിയിരുന്നില്ല. എന്നതാ? ഞാൻ കഴിക്കണില്ല, വരാന്ന് പറയായിരുന്നേ. എങ്കി വാ. സ്നേഹ, താൻ കുടിച്ചോ? കുടിച്ചിട്ട് പതിയൊക്കെ വന്നാ മതി. ഓക്കെ സാർ, താങ്ക് യു. അന്ന, ദൃശ്യ, സ്നേഹ എവിടെ പോയി? ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സാറേ, സ്നേഹ മേലെ കഫറ്റീരിയയിൽ ഇരിപ്പുണ്ട്. കഫറ്റീരിയയിലോ? അവിടെയാണോ അവളുടെ വർക്ക്? ഓക്കെ, താനത് ചെയ്തോ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഓക്കെ സാർ. കർത്താവെ, ആ പെണ്ണ് ഇനിയും കോഫി കുടിച്ച് കഴിഞ്ഞില്ലേ? എന്താവോ എന്തോ, ഇങ്ങയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടാൻ തോന്നുന്നു അവളുടെ വിധി. എന്നാ ഒരു ടേസ്റ്റാ. ഒന്നുകൂടി മേടിച്ചാലോ? അല്ല വേണ്ട, ഇത് കഴിഞ്ഞിട്ട് മേടിക്കാം. ഇതെന്നതാടി 2 കോഫി? അല്ല, നീ ഇവിടെ കോഫി കുടിക്കാൻ വന്നതാണോ അതോ? അത് പിന്നെ സാറേ, ദാഹിച്ചപ്പോ സാറിന് വേണോ? എനിക്കങ്ങ് വേണ്ട, മതി കുടിച്ചത്. ഇനി അത് കളയാൻ നോക്കൂ.
കളയാനോ? അല്ല സാറേ, ഇതില് ഇച്ചിരി കൂടെ ഉണ്ട്, അതുകൂടി കുടിച്ചോട്ടെ. അല്ല, ഞാൻ നിന്നെ ഏൽപ്പിച്ച പ്രൊജക്ട് എന്തായി? അത് നീ ഫുൾ ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ഈസി ആയിട്ടുള്ള പ്രൊജക്ട് ഒന്നും അല്ലല്ലോ സാർ എനിക്ക് ചെയ്യാൻ തന്നത്. അല്ലെങ്കിൽ കുറെ വർക്ക് പെൻഡിങ്ങിലുണ്ട്. ഇതും കൂടി ഇപ്പൊ എല്ലാം കൂടി ഓവർ വർക്കാ. എങ്ങനെ ഓവർ വർക്ക് ആവാതിരിക്കും? വർക്ക് ചെയ്യേണ്ട സമയത്ത് അതൊന്നും അല്ലല്ലോ ചെയ്യുന്ന. ആദ്യം താൻ ആ കോഫി കളയാൻ നോക്ക്. ദുഷ്ടൻ, ഇതില് കുറച്ചുകൂടി കോഫി ഉണ്ടല്ലോ, ഇത് ഞാൻ എങ്ങനെ കളയുന്ന? എന്തിയെ കളയുന്നില്ലേ? ആ, കളയോ? ഇനി ബാക്കി ആ പ്രൊജക്റ്റിൽ കുറച്ച് കാര്യങ്ങളൂടി ആഡ് ചെയ്യാനുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കം വിത്ത് മീ. ഓക്കെ ബോസ്. എന്താ നല്ല ടേസ്റ്റ് ഉള്ള കോഫി ആയിരുന്നു, ഇങ്ങനെ കൊണ്ട് അത് കളയേണ്ടി വന്നു. ദുഷ്ടൻ. വേഗം നടക്കാൻ നോക്കു കൊച്ചേ. നടക്കാനും സ്പീഡില്ല, വർക്കിനും സ്പീഡില്ല. ഓ, നടക്കുമല്ലേ? അയ്യോ സാറേ, പാറ്റ. പാറ്റയോ? എവിടെ? സാറേ, കണ്ണു തുറന്നു നോക്ക്. അവിടെ അവിടെ ഭഗവാനെ. എന്നെ കാണിക്കുന്ന എല്ലാരും നോക്കുന്നു. ബോസ്, നോക്കിയാണെ നിങ്ങളുടെ അത്രയും വലുപ്പമുള്ള ഒരു പാറ്റ. നീ അതിന്റെ അത്രയും വലുപ്പം ഇല്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു. നോക്കിയടി, നല്ല രസമുണ്ടല്ലേ കാണാൻ. ആ, അയ്യേ, എന്നാലും ഇവക്ക് പാറ്റ ഇത്ര പേടിയാ? കർത്താവേ, ഈ പെണ്ണിത് മനുഷ്യനെ നാണം കെടുത്തും. എന്നതാണോ എന്തോ ഈ കാണിക്കുന്ന? സാറേ സാറേ, പ്ലീസ് സാറേ, അതിനങ്ങ് കൊല്ലാവോ? എനിക്ക് പാറ്റയ്ക്ക് ഭയങ്കര പേടിയാ. പ്ലീസ് സാറേ. മിണ്ടാതിരിക്ക്, ഞാനത് നോക്കട്ടെ. ആദ്യം നീ എന്റെ ഒക്കത്തിന്നിറങ്ങ്. നീ എന്താ കുഞ്ഞു വാവയാണ് ഇങ്ങനെ ഒക്കത്ത് കയറിയിരിക്കാൻ? ഇറങ്ങി. ഇനിയെങ്കിലും അതിനൊന്ന് പറഞ്ഞു വിടാവോ? പറഞ്ഞു വിടാൻ അതിവിടെ വിരുന്ന് വന്നതല്ല. ഞാനത് നോക്കട്ടെ. വരണേ വരണേ, എന്റെ അടുത്തേക്ക് വരണേ അമ്മച്ചി. ഏയ്, എന്റെ മാതാവേ, നോം എന്തായി കാണണേ? ഇത് കണ്ണോ അതോ കാന്തമോ? ദൃശ്യ രസിട്ട്. മാറാ നോക്ക്. എല്ലാരും നോക്കുന്ന കാണുന്നില്ലയോ താൻ? സാറിന് എന്നെ പിടിച്ച് മാറ്റിയാ പോരെ? അതെന്താ ചെയ്യാത്തെ? സാറിനെ സുഖിച്ചു പോയോ? ഓ പിന്നെ, എന്റെ നടു ഉളുക്കിയെന്നാടി തോന്നുന്നോ? എനിക്ക് നിന്നെ പിടിച്ച് മാറ്റാൻ വയ്യ. നടു ഉളുക്കിയോ? ബെസ്റ്റ്. ഇതാ സാറേ ഞാൻ പറഞ്ഞേ, ഹൈറ്റ് കൂടിയാലേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ. ഡാ മോനെ ഡാനി, മതി വിട്ടേര്. എന്താ സാറേ, വിടുന്നില്ലേ? നീ നിനക്ക് അവളുടെ ഒക്കെ ഒരു പാറ്റപ്പേടി. ബെസ്റ്റ്. നിനക്ക് പാറ്റയെങ്കിലും പേടിയുണ്ടല്ലോ, ഭാഗ്യം. ഓ, സാറിന്റെ നടു വിളിച്ചിട്ടല്ലേ? മിണ്ടാതിരിക്കടി അടക്കാ കുരുവി. ആഹാ, എന്ത് മിണ്ടാതിരിക്കാൻ? ഞാൻ പറയും. പറയാനുള്ളത് എവിടെയാണെങ്കിലും ആരോടായാലും ഞാൻ പറയും. ഇവിടെ ഇത് വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ തലേ കയറി നിരങ്ങുവാണല്ലോ. അങ്ങോട്ട് വാടി. വീട് എവിടെയാന്ന് പൊക്കിക്കൊണ്ട് പോകുന്ന? വീടാൻ അടങ്ങിയിരുന്നോണം, അല്ലെ വല്ല കടലയും കൊണ്ടുപോയി താഴ്ത്തുന്നു. എന്തൊരു മനുഷ്യനിത്. ബെസ്റ്റ്, നല്ല ബെസ്റ്റ് ബോസും അതിനൊത്ത എംപ്ലോയും. ചക്കിക്കൊത്ത ചങ്കരം തന്നെ. എന്തൊക്കെ പറഞ്ഞാലും സ്നേഹം വന്നപ്പോയാ ഈ കമ്പനി ഒന്ന് കളറായതും വൈബായതും അല്ലേടി? അത് തന്നെ. അവള് വന്നേ പിന്നെ ഇവിടെ ഫുള്ള് കോമഡിയാ. ആകെ ഒരു ബഹളം. അത് ശരി, എങ്ങനെ കോമഡി ആവാതിരിക്കും? അതല്ലയോ അവളുടെ കയ്യിലിരിപ്പ്. എന്നാത്തിനോ എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിക്കുന്ന? നിന്നെ അവിടെ നിർത്തിയാൽ ശരിയാകത്തില്ല. എന്റെ ഉള്ള മാനം കൂടി നീ കളയും. ഓ, ഐ സി. അത് പേടിച്ചിട്ടാണല്ലേ അപ്പോ മാനം പോവോന്നുള്ള പേടി. അതിനെന്താ മാഷേ, ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവുമല്ലോ. അപ്പൊ പറഞ്ഞ് നിങ്ങളുടെ ഉള്ള മാനം ഫുള്ള് ഞാൻ കളഞ്ഞോളും. അങ്ങനെയാണെ നിന്റെ ഉള്ള ജോബ് ഓടിപ്പോവും. റിസൈൻ ലെറ്റർ എഴുതി നിന്റെ കയ്യിൽ വെച്ച് തരും ഞാൻ. നോവേ, 2 കൊല്ലത്തെ എഗ്രിമെന്റില് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടേ. ഓക്കെ ഫൈൻ. നീ ഇത് പറഞ്ഞു വെച്ച് എനിക്കൊരു പ്രശ്നം പറ്റാൻ പോകുന്നില്ല. എനിക്കിപ്പോ തന്ന വർക്കിന്റെ കൂടെ എക്സ്ട്രാ വർക്കും അൾട്ടിമേറ്റ് എക്സ്ട്രാ വർക്കും കൂടി ചേർത്ത് തന്നോളാം.
ദൈവമേ, ഇപ്പൊ തന്ന വർക്ക് തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ അൾട്ടിമേറ്റ് എക്സ്ട്രാ വർക്ക്. ഞാൻ പറയത്തില്ല ബോസേ, ഞാൻ അങ്ങനെ പറയോ? അങ്ങനെയാണെ നിനക്ക് കൊള്ളാം. പോയിരുന്ന് തന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ സർ. അങ്ങനെയൊക്കെ ഇങ്ങനെ വർക്ക് തന്നാ മതിയല്ലോ. ഞാനാണെ അതേപടി ചെയ്തങ്ങ് കൊടുക്കും വേണം. ഇതെന്തിത് അടിമയോ? നീ എന്ത് വിചാരിച്ചു? പി എന്ന് പറഞ്ഞ അത്ര ഈസി പണിയാന്നാ? പി എന്ന് പറഞ്ഞ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ സർ. ഇങ്ങനെ പോയതായിരുന്നല്ലോ, ഇതെപ്പോ വന്ന്? സത്യം പറയാലോ, ഇങ്ങനെ ഒരു കുപ്പിന്ന് വന്ന ഭൂതം തന്നെയോ? എപ്പൊ നോക്കിയാലും രണ്ടെണ്ണം അടിയാണെങ്കിലും ആ അടി കാണാൻ പ്രത്യേക ഒരു രസ. ഏത് നേരം നോക്കിയാലും കീരിയും പാമ്പും. അത് സത്യം. അതെ അതെ, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിരിക്കാനേ നല്ല രസമുണ്ടാവും. അനുഭവിക്കുന്നത് മുഴുവൻ ഈ ഞാനാണല്ലോ. അല്ലടി, സാർ എന്നതിനാ നിന്നെ എടുത്തോണ്ട് പോയത്? ഒരു പാവ എടുക്കുന്ന പോലല്ലേ നിന്നെ എടുത്തോണ്ട് പോയത്? ഡി, അതവരെന്തേലും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ പോയതായിരിക്കും. അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ? ആണോടി സ്നേഹ? അല്ലടി, അത് ബോസ് എനിക്കൊരു പ്രോജക്റ്റ് തന്നില്ലേ, അതിന്റെ കാര്യങ്ങള് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. സത്യം തന്നെ ആണോടെ? ആ കുരിപ്പ് സത്യം. വേറെ എന്നാത്തെയാ അങ്ങനെ എന്നെ വിളിക്കുന്ന? ദാറ്റ്സ് കറക്റ്റ്, അതും ശരിയാ. ഇനി ഇതിന്റെ വർക്ക് കഴിഞ്ഞില്ലേ? ഇത് എപ്പോ തീരാനാ? ഇല്ലടി, ഇങ്ങനൊരു പ്രൊജക്ട് ഞാൻ ഫസ്റ്റ് ടൈമാ ചെയ്യുന്ന. എന്തൊരു ടഫാന്നറിയോ ഇത്. ഐ ശരി. അല്ലടി, നീയാണെ ഇന്ന് മര്യാദക്ക് ഫുഡ് പോലും കഴിച്ചില്ലല്ലോ. അതൊന്നും സാരല്ലടി, റൂമിൽ ചെന്നിട്ടായാലും ഫുഡ് കഴിക്കാലോ. അല്ലടി, ഇങ്ങനെ കഴിക്കാതിരുന്ന വല്ല അസുഖവും വരും. ഒന്നാമത് നിനക്ക് മൈഗ്രെയിൻ ഒക്കെ ഉള്ളതല്ലേ. ഇതെന്താ, നിങ്ങൾ ഇനിയും പോയില്ലേ? ഇല്ല സാറേ, പോവാൻ നിക്കുവാ. അപ്പഴാണ് ഈ സ്നേഹയുടെ വർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട്. മതി, ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് ചെയ്തോ. വേണ്ട സാറേ, അത് പറ്റില്ല. നാളെ മോർണിംഗ് സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റാ. വീട്ടിൽ ചെന്നാൽ എനിക്കാണെ ചേരൊരു മൂടും കിട്ടത്തില്ല. താൻ പേടിക്കണ്ട, അതിനാ ഡാനിയോട് പറഞ്ഞ് ഡീൽ ചെയ്തോളാം. താൻ പൊക്കോ. വേണ്ട സാറേ, ഇതിനി കുറച്ചുകൂടെ ഉള്ളൂ. നീ പൊക്കോ. എന്റെ 2 വീലർ ഇരിപ്പില്ലേ പുറത്ത്, അത് നീ എടുത്തോ. എടി, ഞാനതെടുത്താ നീ എങ്ങനെ വരും? ഞാനൊരു ഊബർ ബുക്ക് ചെയ്ത് വന്നോളാടി, നീ ചെല്ല്. താൻ ചെന്നോ. താനും കൂടി വെറുതെ ലേറ്റ് ആക്കണ്ട. സ്നേഹ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം, എനിക്ക് കാറുണ്ടല്ലോ. അല്ല സാറേ, അത്. താൻ പേടിക്കണ്ടോ, ഞാനല്ലേ സേഫ് ആയിട്ട് തന്റെ ഫ്രണ്ടിനെ അവിടെ എത്തിച്ചേക്കാം. അതുകൊണ്ടൊന്നല്ല സാറേ. എന്നാ പിന്നെ ഞാൻ പോവാ. നീ വേഗം വന്നേക്കണേ. ആടി, ഇതിനി കുറച്ചുകൂടെ ഉള്ളൂ, നീ പൊക്കോ. ഞാനിപ്പോ വരാട്ടോ, താനോട് ഇരിക്ക്. ഓക്കെ സാർ. ദാനി, നീ ഇത് എന്തൊക്കെയാണ് ഈ കാണിക്കുന്ന? ഇതൊക്കെ ഭയങ്കര മോശാട്ടോ. എന്നതാടാ നീ പറയുന്നേ? ഞാൻ എന്തു കാണിച്ചു? നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആ കൊച്ചിന് നീ എക്സ്ട്രാ വർക്ക് കൂടി ചേർത്ത് കൊടുത്തല്ലേ? അത് കൊടുത്തായിരുന്നു. ഒരു പ്രൊജക്ട് കൊടുത്തതാ. അത് ചെയ്യാൻ ഇച്ചിരി ടൈം വേണം. അല്ല, അതിനിപ്പോ എന്താ? പിന്നെ ഇച്ചിരി ടൈം മതി. രാവിലെ മുതൽ ആ കൊച്ച് അതീ പണിയാൻ തുടങ്ങിയതാ. ഇപ്പൊ എല്ലാരും പോയി. അവളിത് ഇപ്പൊ അത് ചെയ്തോണ്ടിരിക്കും അവിടെ. ചെയ്യാതെ പിന്നെ വർക്ക് ചെയ്യാനുള്ളതല്ലേ, അവിടുന്ന് ചെയ്യട്ടെ. അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? ഒരുമാതിരി മനസാക്ഷിയില്ലാത്തവരെ പോയ സംസാരിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ. എന്നതാടാ, നീ എന്നതിനാ ഇങ്ങനെ ചൂടാവുന്ന? ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താ അവക്കങ്ങ് പോവാലോ. അവക്ക് ഏത് ടൈം വേണമെങ്കിലും പോവാലോ. അവക്ക് അതിനൊരു 2 വീലർ ഉണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ഉച്ചക്കത്ത് ഫുഡ് കൂടി കഴിച്ചിട്ടില്ല. ആ ടൈമിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ആകെ ഒരു കോഫി അവള് കുടിച്ചത് ഈ ടൈം വരെ. പിന്നെ അവളുടെ 2 വീലർ അവളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തേക്കുക. ആ കൊച്ച് അതെടുത്തോണ്ട് പോയി. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ആ കൊച്ചിന് മൈഗ്രെയിൻ ഉണ്ടത്രേ. കുറെ നേരം ഇരുന്ന് വർക്ക് ചെയ്ത മൈഗ്രെയിൻ ഉള്ളവർക്ക് നിനക്ക് അറിയാലോ, തലവേദന എടുത്ത് ആകെ സീനാവും. അവളിതുവരെ ഒന്നും കഴിച്ചില്ലായിരുന്നോ? അവള് മേടിച്ച കോഫിയാണ് ഞാൻ മുഴുവനും കുടിക്കാനും സമ്മതിച്ചില്ലല്ലോ. ഇവളിനി പോയില്ലേ? ബെസ്റ്റ്. എടുക്കട്ടെ, നന്നായി പണിയെടുക്കട്ടെ. സ്റ്റെല്ല, നീ ഇനിയും പോയില്ലായിരുന്നോ? പോവാ സ്റ്റീഫ. എന്റെ പേസ് ഇവിടെ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ വേണ്ടി വന്നതാ. പിന്നെ നീ ചിലർക്ക് കാവല് കിടന്ന് നിന്റെ വാല്യുബിൾ ആയ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. നീ പേസ് എടുക്കാൻ വന്നതല്ലേ, അതെടുത്തേച്ച് പോവാൻ നോക്ക്. ഞാൻ പൊക്കോളാം. ചിലർക്ക് ഇന്നൊന്നും പോവാൻ പറ്റില്ല എന്നാ തോന്നുന്നേ.
സ്റ്റീഫൻ എവിടെ പോയോ? ഇവള് ഉറങ്ങിയോ? ഉറങ്ങുമ്പോ എന്തൊരു പാവ. എണീറ്റാൽ അറിയാം തനി സ്വരൂപം. പാവം വർക്ക് ചെയ്ത് തളർന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ബിരിയാണിയോ? ആ എടി അന്നമ്മ, എനിക്ക് തരാതെ തിന്നല്ലേ, എനിക്ക് വിശക്കുവാ. ഉറക്കത്തായിരുന്നോ? കർത്താവേ, പേടിച്ചുപോയി. ഉറങ്ങുമ്പോഴും ഫുഡിന്റെ കാര്യമാണല്ലോ സംസാരിക്കുന്ന. ഇപ്പോ 6:30 കഴിഞ്ഞില്ലേ, നല്ല വിശപ്പ് കാണും. ഒന്ന് വിളിച്ചാലോ? സാറിനെ പോയില്ലേ?